ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ട്രാവൽ. ഓക്കെ, അപ്പൊ ആദ്യം അർബൻ ട്രാവൽ അല്ലെങ്കിൽ അർബൻ ട്രാൻസ്പോർട്ടേഷൻ എന്താണെന്ന് അറിയണം. അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഈസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ വിത്തിൻ ആൻ അർബൻ ഏരിയ. ഇപ്പൊ അർബൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ആളുകളുടെയോ അല്ലെങ്കിൽ ഗുഡ്സിന്റെയോ മൂവ്മെന്റ് ആണ്. ഒരു ഒറിജിൻ ഉണ്ടാവും, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മള് ഒരു യാത്ര നമ്മൾ നോർമലി പറയുമ്പോൾ അതിന് ഒറിജിൻ പോയിന്റ് ഉണ്ടാവും, ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മുടെ ഒറിജിൻ ഒക്കെ നോക്കുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ എന്റെ വീടായിരിക്കും ഒറിജിൻ, കോളേജ് ആയിരിക്കും ഡെസ്റ്റിനേഷൻ, അല്ലെ? ഓക്കെ, അപ്പം അർബൻ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ ഈസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ആൻഡ് ഗുഡ്സ് ബിറ്റ്വീൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ വിത്തിൻ ആൻ അർബൻ ഏരിയ. അർബൻ ഏരിയയിലുള്ള ഒറിജിൻ ഡെസ്റ്റിനേഷനിലേക്കുള്ള മൂവ്മെന്റിനെയാണ് അർബൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, urban transportation is a trip from an origin to accomplish some activity at the destination. അപ്പം ട്രിപ്പ് എന്ന് പറഞ്ഞ ഒരു ടേം ഇവിടെ കണ്ടു. ഓക്കെ, അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ ട്രിപ്പ്. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്ക് ട്രിപ്പ് എന്താണെന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ ഓഫ് എ ട്രിപ്പ്, ഇറ്റ്സ് വൺ വേ മൂവ്മെന്റ് ഫ്രം ഒറിജിൻ ടു ഡെസ്റ്റിനേഷൻ. ഞാനിപ്പം പറഞ്ഞു ഒറിജിൻ എന്താന്നുള്ളത് പറഞ്ഞു, അല്ലെ? ഇപ്പം നമ്മൾ എവിടുന്നാണോ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് ഒറിജിൻ, എവിടെയാണോ അവസാനിക്കുന്നത് അതാണ് ഡെസ്റ്റിനേഷൻ. അപ്പം ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോകുമ്പോൾ അതൊരു ട്രിപ്പാണ്. അതായത് ഒറിജിൻ ആയിട്ടുള്ള എന്റെ വീട്ടിൽ നിന്ന് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കോളേജിലേക്ക് ഞാൻ പോകുന്നു. അതായത് ആ വൺ വേ മൂവ്മെന്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രിപ്പ് എന്ന് പറയുന്നത്. ട്രിപ്പിന് രണ്ട് എൻഡ് ഉണ്ട്, ഒറിജിൻ, ഡെസ്റ്റിനേഷൻ. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ആ ട്രിപ്പ് പോകുന്നത്, ഓക്കെ, അത് പേർപ്പസ് എന്ന് പറയും. നമ്മൾ എന്താണ് നമ്മൾ പോകുന്നതിന്റെ ആവശ്യകത. നമ്മൾ പോകുന്നത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിരിക്കും. ഓക്കെ, ആ ആക്ടിവിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് വർക്ക്, ഓക്കെ, അല്ലെങ്കിൽ ഷോപ്പിംഗ്, സ്കൂളിലേക്കാവാം, ബിസിനസ് ചെയ്യാനാവാം, എന്തെങ്കിലും റിക്രിയേഷണൽ ഫെസിലിറ്റി ആവാം, റിക്രിയേഷൻ ചെയ്യാനാവാം, ഓക്കെ, അതായത് സിനിമ കാണാനാവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം. അപ്പം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ യാത്രയുടെ ഉദ്ദേശം എന്താണോ അതാണ് ആക്ടിവിറ്റി. ഓക്കെ, ട്രിപ്പിന്റെ ഉദ്ദേശം എന്താണോ അതാണ് ആക്ടിവിറ്റി. ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിൻ ഡെസ്റ്റിനേഷനിലേക്കുള്ള വൺ വേ മൂവ്മെന്റ് ആണ്. ഓക്കെ, അപ്പൊ അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഈസ് എ ട്രിപ്പ് ഫ്രം ആൻ ഒറിജിൻ ടു അക്കംപ്ലിഷ് സം ആക്ടിവിറ്റി അറ്റ് ദ ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇനി ഡെഫിനിഷൻ ഓഫ് ട്രിപ്പ് നമ്മൾ നോക്കി. ഇനി എന്താണ് അതിൽ വരുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. എവറി ഡേ millions of trips are made in urban areas, satisfying a wide range of individual needs and using a variety of transportation means or modes. The main urban travel characteristics are ഒന്ന്, ട്രിപ്പ് പേർപ്പസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ട്രിപ്പ് പേർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു. ഇപ്പം സ്റ്റഡിക്ക് വേണ്ടിയാണോ, അല്ല അതായത് എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടിയാണോ, അല്ലെങ്കിൽ വർക്കിന് വേണ്ടിയാണോ, റിക്രിയേഷണൽ പേർപ്പസിന് വേണ്ടിയാണോ, അതായത് എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു, ഓക്കെ, എന്നുള്ളതാണ് പേർപ്പസ്. ഓക്കെ, അപ്പൊ ആ പേർപ്പസിനെ ബേസ് ചെയ്തിട്ട് ആ യാത്രയുടെ രീതികൾ മാറാം. അല്ലെങ്കിൽ ആ പേർപ്പസ് എന്താണ് അർബൻ ട്രാവലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പം സ്കൂളിലേക്ക് പോവാണെങ്കിൽ കോമൺ ആയിട്ട് ഏകദേശം ഒരേ സമയത്തായിരിക്കും ആളുകളെല്ലാം സ്കൂളിലേക്ക് ഇറങ്ങാം. ആ സമയത്ത് യാത്ര ചെയ്യുന്നതും മറ്റുള്ള സമയങ്ങളിൽ യാത്ര ചെയ്യുന്നതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളത് അർബൻ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. രണ്ടാമത് ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ. ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ടൈമാണ്, ഏത് സമയത്ത് യാത്ര ചെയ്യുന്നു. അടുത്തത് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമ്മൾ ആൻസർ എഴുതുമ്പോൾ ഈ ടേംസ് തന്നെ വരണം. അതാ ഞാൻ പറഞ്ഞത് ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമുകൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ഉണ്ട്. അതായത് നമുക്ക് വെറുതെ നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് വരുന്ന ഇതുപോലെയുള്ള ടേമുകൾ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ട് എഴുതേണ്ടതായിട്ടുണ്ട്. ഇത് 10 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പം അർബൻ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ അതിൽ വരണം, ട്രിപ്പ് പേർപ്പസ് വരണം, അതെന്താന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ, അത് ടൈമാണ്. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്ത സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ആ സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആ സിറ്റിയുടെ സൈസ്, ഏത് പാറ്റേണിലാണ് ആ സിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. അടുത്തത് മോഡ് ചോയ്സ്, അതായത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ, ഏത് രീതിയിൽ യാത്ര ചെയ്യുന്നു, ഏത് വാഹനത്തിൽ യാത്ര ചെയ്യുന്നു,
ഓക്കെ, അതും എന്ത് ചെയ്യുന്നുണ്ട്, അർബൻ ട്രാവലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഇനി അടുത്ത കോസ്റ്റ്, അതായത് എക്സ്പെൻസ്, ട്രാവൽ എക്സ്പെൻസ്, അതും അർബൻ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിനെ ഓരോന്നിനെ കുറിച്ചും നമുക്ക് നോക്കാം. ട്രിപ്പ് പേർപ്പസ്. ഓക്കെ, ട്രിപ്പ് conducted for different purposes have different characteristics. Okay, example, common times of departure. ഞാൻ പറഞ്ഞു സ്കൂളിലേക്ക് പോകുമ്പോൾ ഇറങ്ങുന്ന ടൈം ഒക്കെ ഏകദേശം ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കാം. ഓക്കെ, ഡേയ്സ്, അതായത് സ്കൂളുള്ള ദിവസങ്ങൾ മൺഡേ ടു ഫ്രൈഡേ ആവാം. ഓക്കെ, ഫ്രീക്വൻസി, ലെങ്ത്, ആ യാത്ര ചെയ്യുന്ന ദൈർഘ്യം, ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ അതിനനുസരിച്ചാവാം. അപ്പൊ എന്നാൽ ആ ഒരു കോമൺ സ്ഥലത്തേക്ക് എവിടെയാണോ ഡെസ്റ്റിനേഷൻ, ആ സ്ഥലത്ത് എത്തുമ്പോഴത്തേനും അവിടെ ഈ ഒരേ സമയത്ത് ആളുകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം വരും. അപ്പൊ അതിനനുസരിച്ച് ട്രാവലിൽ ചേഞ്ചസ് വരും. അപ്പം പേർപ്പസ്, എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളത് അർബൻ ട്രാവലിനെ എഫക്ട് ചെയ്യും. ട്രിപ്പ് പേർപ്പസ് ഡിറ്റർമിൻഡ് ബൈ ഒബ്ജക്റ്റീവ് ഓഫ് ട്രിപ്പ്, എക്സാമ്പിൾ ഗോ ടു വർക്ക്, ഷോപ്പ്, എക്സെട്ര, ക്വാണ്ടിഫൈഡ് ബൈ വെദർ വൺ എൻഡ് ഓഫ് ട്രിപ്പ് വാസ് ഹോം ഓർ നോട്ട്. അപ്പം നമ്മൾ സാധാരണ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ട്രിപ്പ് പേർപ്പസ് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അതിൽ ഒരു എൻഡ് വീടാണോ അല്ലയോ നോക്കിയിട്ടാണ് നമ്മൾ കോമൺ ആയിട്ട് അതിന് ട്രിപ്പിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ഒരു എൻഡ്, അതായത് ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് ഷോപ്പിങ്ങിന് പോവാണെങ്കിൽ അതിൽ ഒരു എൻഡ്, എന്റെ ഒറിജിൻ എന്ന് പറയുന്നത് വീടാണ്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഷോപ്പോ അല്ലെങ്കിൽ കോളേജോ ആവാം. ഇനി ഞാൻ ആ ഷോപ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. ഷോപ്പിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒറിജിൻ എന്ന് പറയുന്നത് ഷോപ്പാണ്, ഡെസ്റ്റിനേഷൻ വീടാണ്. അപ്പം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ രണ്ട് ട്രിപ്പിലും എന്ത് വന്നിട്ടുണ്ട്, വീട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു എൻഡില് വീട് വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഹോം ബേസ്ഡ് ട്രിപ്പ് എന്നാ പറയാം. ഓക്കെ, അത് ഒറിജിനിലോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലോ ആവാം. ഏതെങ്കിലും ഒരു എൻഡ്, ഓക്കെ, ഒരു ട്രിപ്പിന്റെ ഒരു എൻഡ് വീട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഹോം ബേസ്ഡ് ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ഇനി ഞാൻ കോളേജിൽ നിന്ന് നേരെ ഷോപ്പിലേക്ക് പോവാണെങ്കിൽ അതൊരു ട്രിപ്പാ. ആ ട്രിപ്പിൽ വീട് അവിടെ ഇൻവോൾവ് ആയിട്ടില്ല, ഞാൻ കോളേജിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഷോപ്പിലേക്ക് പോകുന്നത്. അപ്പൊ ആ രണ്ട് എൻഡിലും വീട് ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ ആ ട്രിപ്പിനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നോൺ ഹോം ബേസ്ഡ് ട്രിപ്പ് എന്നാ പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്നാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലേക്കാണ് വരുന്നതെങ്കിൽ അത് ഹോം ബേസ്ഡ് ട്രിപ്പും, അല്ലാന്നുണ്ടെങ്കിൽ വീട് അതിൽ ഇൻവോൾവ് അല്ലാന്നുണ്ടെങ്കിൽ അത് നോൺ ഹോം ബേസ്ഡ് ട്രിപ്പുമാണ്. ഓക്കെ, അപ്പം ഏത് പേർപ്പസിന് വേണ്ടി യാത്ര ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് അർബൻ ട്രാവലില് മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ അതൊരു അർബൻ ട്രാവലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അടുത്തതാണ് ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ, പീരീഡ് ഓഫ് ടൈം, ഏത് സമയത്ത് യാത്ര ചെയ്യുന്നു. ട്രിപ്സ് കണ്ടക്റ്റഡ് ഓൺ ഡിഫറെന്റ് ടൈം ആർ ഹാവിംഗ് ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, there will be peaks in traffic volume. അതായത് നമ്മള് പീക്ക് ടൈമിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ടും കൺജഷൻസ് വരും. കൺജഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൺജഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം അവിടെ ആ റോഡിന് ഉൾക്കൊള്ളാവുന്നതിലധികം വാഹനങ്ങൾ ആ റോഡിൽ വരിക, അതായത് അതിന്റെ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റിൽ തടസ്സം വരിക, അതാണ് കൺജഷൻ എന്ന് പറയുന്നത്. അപ്പം പീക്ക് ടൈമിൽ പോവുകയാണെങ്കിൽ അവിടെ കൺജഷൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ ആ സമയത്തുള്ള യാത്ര എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും പീക്ക് ടൈമിൽ അല്ലാത്ത യാത്രയായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ. ഓക്കെ, ഇനി മെയിൻ പീക്സ് ആർ ഇൻ ദ മോർണിംഗ് ആൻഡ് ഈവനിങ്, അതായത് ഒരു ദിവസം രണ്ട് പീക്ക് ടൈമുകൾ ഉണ്ട്. ഓക്കെ, പീക്സ് വേരി ഇൻ ലെങ്ത് വിത്ത് അർബൻ ഏരിയ സൈസ് ആൻഡ് സിസ്റ്റം. അപ്പം ഓരോ സ്ഥലത്തെയും പീക്ക് ടൈം അവിടുത്തെ അർബൻ ഏരിയന്റെ സൈസ് എത്രമാത്രം ഉണ്ടെന്നും, ഓക്കെ, അവിടെ ഏത് ടൈപ്പ് ഓഫ് സിസ്റ്റം ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അവിടെ അർബൻ ഏരിയ വരുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഏത് പാറ്റേണിലാണ് അവിടെ അർബൻ ഏരിയ പ്ലാൻ ചെയ്തിരിക്കുന്നത്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ആ പീക്ക് ടൈമിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, അത് ഡിപ്പെൻഡ്സ് ഓൺ സിറ്റീസ്, അത് ഏത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏത് സ്ഥലത്തുള്ള സിറ്റി ആണോ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് പീക്ക് ടൈമിൽ മാറ്റം വരാം. അതായത് ഇപ്പം നമുക്ക് കോഴിക്കോട് ടൗണിൽ പീക്ക് അവേഴ്സിൽ ഉണ്ടാവുന്ന ആ ഒരു അത്രയും അല്ലെങ്കിൽ കൺജഷൻ ഉണ്ടാവുന്ന ദൈർഘ്യം ആയിരിക്കില്ല എറണാകുളം ടൗണിൽ കൺജഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ബാംഗ്ലൂർ ഉണ്ടാവുന്ന കൺജഷൻ ആയിരിക്കില്ല കോഴിക്കോട് ഉണ്ടാവുന്നത്. ഓക്കെ, അതിലൊക്കെ മാറ്റങ്ങൾ വരാം. അതായത് പീക്ക് അവേഴ്സിൽ എന്ത് ചെയ്യാം അല്ലെങ്കിൽ പീക്ക് ടൈമിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരാം. ഓക്കെ, അപ്പം ടൈം ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷന് അല്ലെങ്കിൽ ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ അർബൻ ട്രാവലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, സ്പേഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രാവൽ. ഓക്കെ, അർബൻ ട്രാവൽ ഡിപ്പെൻഡ്സ് അപ്പോൺ സൈസ്,
ഓക്കെ, അത് വലുതാണോ ചെറുതാണോ, ആ സിറ്റി വലുതാണോ ചെറുതാണോ, അതുപോലെ തന്നെ ടൈപ്പ്, അത് പ്ലാൻഡ് ആണോ അൺപ്ലാൻഡ് ആണോ, അതുപോലെ തന്നെ അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്, അത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു, റെക്ടാംഗുലർ ആണോ, ഗ്രിഡ് അല്ലെങ്കിൽ റെക്ടാംഗുലർ കമ്പൈൻഡ് ആയിട്ടുള്ള ഡയഗണൽ സ്ട്രീറ്റ് സിസ്റ്റം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാറ്റേൺ, ഇപ്പൊ റേഡിയൽ സിസ്റ്റം ആണോ, അത് നമുക്ക് നോക്കാം, അതിൽ ഫിഗേഴ്സ് നമുക്ക് നോക്കാം. അപ്പൊ അത് ഏത് രീതിയിലാണ് അതിന്റെ അറേഞ്ച്മെന്റ് വന്നിട്ടുള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അർബൻ ട്രാവൽ ഡിപ്പെൻഡ്സ് അപ്പോൺ സിറ്റിയുടെ സൈസ്, ഓക്കെ, അല്ലെങ്കിൽ അർബൻ ഏരിയന്റെ സൈസ്, അതിന് ടൈപ്പ്, അത് പ്ലാൻഡ് ആണോ അൺപ്ലാൻഡ് ആണോ, അതുപോലെ തന്നെ അതിന്റെ അറേഞ്ച്മെന്റ് ഏത് രീതിയിൽ വന്നിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ രണ്ട് അറേഞ്ച്മെന്റ് നോക്കുകയാണെങ്കിൽ, ഒന്ന് നമുക്ക് ഗ്രിഡ് അയൺ സിസ്റ്റം പറയാം, ഒന്ന് റേഡിയൽ സിസ്റ്റം പറയാം. ഈ രണ്ട് സിസ്റ്റത്തിലും ആ ട്രാവലിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അതായത് ആ രണ്ട് സിറ്റി, ഇപ്പൊ ഈ രണ്ട് പാറ്റേണിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന സിറ്റീസിലൂടെ ഉള്ള യാത്രകൾ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി മെയിൻ ആയിട്ട് സിറ്റീസിൽ മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തെ നമ്മൾ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് പറയും. ഇനി അടുത്ത് ഓർത്തിരിക്കേണ്ട ഒരു ടേം ആണിത്, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്, CBD എന്ന് പറയാം നമുക്ക്. അപ്പം ഒരു ടൗണിൽ മെയിൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന, അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ പോകുന്ന, പല ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന, ഓക്കെ, അതിപ്പം ഷോപ്പിംഗ് ആവാം, ചിലപ്പോൾ ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ളതാവാം, എന്തെങ്കിലും പേർപ്പസ് ആയിക്കോട്ടെ, കൂടുതൽ ആളുകൾ പോകുന്ന ആ ഒരു ഏരിയ, ഓക്കെ, ആ സിറ്റിയിലെ ഏരിയനെ പറയുന്നതാണ് സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൂടുതൽ ആളുകൾ വരുന്നത് ഈ CBD ബേസിസിലായിരിക്കും. അത് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അതിനോട് ചേർന്നിട്ടായിരിക്കും കൂടുതൽ ആളുകളും വരുന്നത്. ഓക്കെ, അപ്പം അതായത് അത് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞു, അർബൻ ട്രാവൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്ന് അതിന്റെ സൈസ്, അതിന്റെ ടൈപ്പ്, അതിന്റെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ CBD എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, അപ്പൊ അതിലേക്ക് കൂടുതൽ ആളുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള ഏരിയാസിൽ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് സ്ലോ ആയിരിക്കാം, അവിടെ കൺജഷൻസ് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം പല അറേഞ്ച്മെന്റ്സ് എന്തൊക്കെയാന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം, ഇതാണ് റെക്ടാംഗുലർ സ്ട്രീറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്രിഡ് അയൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ റെക്ടാംഗുലർ ആയിട്ട് പല പ്ലോട്ടുകളെ തിരിച്ചിട്ടുണ്ട്. ഓക്കെ, സിറ്റീസിലുള്ള ലാൻഡിനെ പല പ്ലോട്ടുകളായിട്ട് അല്ലെങ്കിൽ പല റെക്ടാംഗുലർ ആയിട്ടുള്ള പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻ ബിറ്റ്വീൻ, ഓക്കെ, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പാരലൽ ആയിട്ട് റോഡും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ റോഡിലൂടെ യാത്ര ചെയ്തിട്ട് നമുക്ക് ഓരോ പ്ലോട്ടിലേക്കും ആക്സസ് ചെയ്യാൻ പറ്റും. ഈ സൈഡിലുള്ള പ്ലോട്ടാണ്, നമുക്ക് ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ആക്സസ് ചെയ്യാം. ഈ ഭാഗത്താണെങ്കിൽ ഈ ഇവിടെയുള്ള പ്ലോട്ട് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ആക്സസ് ചെയ്യാം. അപ്പൊ ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ്, നമുക്ക് ഇതൊന്നും ഓൾറെഡി ഉള്ള സിറ്റീസ്, അതായത് ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുള്ള സിറ്റീസിലൊന്നും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പുതുതായിട്ട് നമ്മൾ ഇന്ന സ്ഥലത്ത് ഒരു സിറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു ബദലായിട്ട് ഒരു സിറ്റിയിലെ തിരക്ക് വളരെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ആൾട്ടർനേറ്റീവ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു സ്ഥലത്ത് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുവാണ്, അതായത് അവിടുത്തെ തിരക്ക് കുറയ്ക്കാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പല അറേഞ്ച്മെന്റ്സിൽ നമുക്ക് റോഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്, ബിൽഡിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് തിരക്ക് കുറയ്ക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. എന്നാൽ ഒരിക്കലും ഇപ്പൊ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിലൊന്നും നമുക്ക് ഇനി അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അത് ഓൾറെഡി എല്ലാം മാക്സിമം ഇപ്പം സ്ഥലങ്ങളാണെങ്കിലും റോഡുകളാണെങ്കിലും എല്ലാം മാക്സിമം കൺജസ്റ്റഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഉള്ള നിലവിലുള്ള സ്ഥലങ്ങളിലെല്ലാം ഓരോ കാര്യങ്ങളായിട്ട് ഫിൽഡ് ആണ്. നമുക്കിനി അത് പ്ലാൻ ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത് നമ്മളുടെ നിലവിലുള്ള സാഹചര്യങ്ങളും അതുപോലെ ഫണ്ടും കൊണ്ടൊന്നും നമുക്കത് പോസിബിൾ അല്ല. ഓക്കെ, ഇനി വേറെ ഇതിന് ബദലായിട്ട് ഇപ്പം വേറെ ഏതെങ്കിലും മെയിൻ സിറ്റീസിലുള്ള തിരക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് നമുക്ക് പാരലായിട്ട് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കാനാണെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്ത വേറൊരു അറേഞ്ച്മെന്റ് ആണ് റെക്ടാംഗുലർ വിത്ത് സൂപ്പർ ഇമ്പോസ്ഡ് ഡയഗണൽ സ്ട്രീറ്റ് സിസ്റ്റം. അതായത് റെക്ടാംഗുലർ അറേഞ്ച്മെന്റിന്റെ കൂടെ ഡയഗണലിയും കൂടെ റോഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് വേറെ എക്സ്ട്രാ ആക്സസും കൂടെ ഈ ഡയഗണൽ ആയിട്ടുള്ള റോഡിൽ നിന്നും കൂടെ നമുക്ക് പ്ലോട്ടുകളിലേക്കോ അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമുക്ക് ആക്സസ് ലഭിക്കും. ഇനി അടുത്ത വേറൊരു അറേഞ്ച്മെന്റ് ആണ് കോൺസെൻട്രിക് സ്ട്രീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് ടൈപ്പ് ഓഫ് റോഡ് ഉണ്ട്. റിംഗ് റോഡ്സ്, അതായത് സർക്കുലർ ആയിട്ടുള്ള റോഡുകളും ഉണ്ട്, റേഡിയലി ഉള്ള, ഓക്കെ, അതായത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റോഡുകളും ഉണ്ട്.
ഓക്കെ, അപ്പൊ ഈ രീതിയിൽ വരുന്ന, അതായത് ഈ റിംഗ് റോഡ്സ് ഒക്കെ വന്ന് റേഡിയൽ റോഡിലേക്ക് കണക്ട് ആവും. അവിടുന്ന് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പോസിബിൾ ആവുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ്, അത് നമുക്ക് പല ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്തേക്ക് ആക്സസ് ചെയ്യാനായിട്ടും പറ്റും. അതായത് റേഡിയൽ റോഡിൽ നിന്നും ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ റിംഗ് റോഡ്സ് നിന്നും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആണ് കോൺസെൻട്രിക് സ്ട്രീറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി വേറൊരു അറേഞ്ച്മെന്റ് ആണ് റേഡിയൽ സ്ട്രീറ്റ് സിസ്റ്റം. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, CBD എന്ന് പറഞ്ഞൊരു ടേം പറഞ്ഞല്ലോ, സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട്, അതായത് മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഒരു പോർഷൻ മെയിൻ ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണെങ്കിൽ അതിലേക്ക് വരുന്ന റോഡുകളെല്ലാം ആ ഒരു ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, റേഡിയലി പല റോഡുകൾ വരുന്നുണ്ട്. അതെല്ലാം വന്നിട്ട് മീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെല്ലാം വന്ന് ചേരുന്നത് ഈ കോമൺ ആയിട്ടുള്ള ഈ ഒരു സെന്ററിലേക്കാണ്. ഓക്കെ, അപ്പൊ ആ രീതിയിലുള്ള അറേഞ്ച്മെന്റ് റേഡിയൽ സ്ട്രീറ്റ് സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ആ സിറ്റിയുടെ വലുപ്പവും, അതുപോലെ തന്നെ അത് ഏത് രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ അത് പ്ലാൻഡ് ആണോ അൺപ്ലാൻഡ് ആണോ എന്നതിനൊക്കെ ബേസ് ചെയ്തിട്ട്, അതുപോലെ അതിന്റെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്ട് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ ബേസ് ചെയ്തിട്ട് ആ സിറ്റിയിലൂടെയുള്ള ട്രാവലിൽ വ്യത്യാസം വരാം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ്, മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. അർബൻ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന അടുത്തത് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ മോഡ് ചോയ്സ്. അപ്പൊ ഇതില് ഞാൻ പറഞ്ഞു ആക്സസിബിലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. അർബൻ ട്രാവൽ ഡിപ്പെൻഡ്സ് അപ്പോൺ വേരിയസ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് അവൈലബിൾ, മെയിൻലി ഇറ്റ്സ് ആക്സസിബിലിറ്റി. ഓക്കെ, അപ്പം എന്തൊക്കെയാ മെയിൻ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ? ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, എയർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ അതില് ലാൻഡ് ട്രാൻസ്പോർട്ടേഷനിൽ ഹൈവേ ഉണ്ട്, റെയിൽ ഉണ്ട്, അതായത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. എയർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിൽ ഡൊമസ്റ്റിക് ഉണ്ട്, ഇന്റർനാഷണൽ ഉണ്ട്. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ കോമൺ ആയിട്ട് നമുക്ക് ഇന്റർനാഷണലി ആണെങ്കിൽ അല്ലെങ്കിൽ ഷിപ്പുകളുണ്ട്, അല്ലെങ്കിൽ ബോട്ടുകളുണ്ട്. ഓക്കെ, അങ്ങനെ പല ടൈപ്പ് ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം എങ്ങോട്ടേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്? ഓക്കെ, ഇപ്പം കൊച്ചിയിലൊക്കെയുള്ള ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടേഷന് ഡിപ്പെൻഡ് ചെയ്യാം. അവര് ഇപ്പൊ കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്കൊക്കെ എത്താനായിട്ട് അവിടെ ആ ഒരു ഏരിയ അങ്ങനെ ആയതുകൊണ്ട് അവിടെ വാട്ടർ ട്രാൻസ്പോർട്ടേഷന് പ്രാധാന്യമുണ്ട്, ബോട്ടുകളിലും അല്ലെ. അവിടെ ഇപ്പം കൊച്ചിയിലൊക്കെ വാട്ടർ മെട്രോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഓരോ ഏരിയനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അതായത് അവര് പോകേണ്ട സ്ഥലത്തേക്ക് എങ്ങനെയാണ് ആക്സസ് കിട്ടുന്നത്, അതിനനുസരിച്ച് അവർക്ക് മോഡ് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ട്രാൻസ്പോർട്ടേഷൻ മോഡ് എന്ത് ചെയ്യുന്നുണ്ട്? അർബൻ ട്രാവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒരു പക്ഷേ ബോട്ടിൽ പോയിട്ട് അവിടുന്ന് ഇപ്പം ബൈക്കിലോ, അല്ലെങ്കിൽ ആദ്യം ബൈക്കിൽ വന്ന് ബോട്ട് ജെട്ടിയിൽ വെച്ച് അവിടുന്ന് കയറി വേറൊരു സ്ഥലത്ത് ചെന്ന് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അവിടെ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തു. അതായത് അവിടെ ലാൻഡ് ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്തു, വാട്ടർ ട്രാൻസ്പോർട്ടേഷനും യൂസ് ചെയ്തു. ഓക്കെ, അപ്പൊ അങ്ങനെ ഒന്നിലധികം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്നാ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും പ്ലാൻ ചെയ്യാം. ഒന്നിലധികം മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്തിട്ട് എത്തിച്ചേരുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന് അർബൻ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സിൽ പ്രാധാന്യമുണ്ട്. ഇനി നെക്സ്റ്റ്, ട്രാവൽ കോസ്റ്റ്. അർബൻ ട്രാവൽ ഓൾസോ ഡിപ്പെൻഡ്സ് അപ്പോൺ എക്സ്പെൻസ് ഇൻ എ ട്രിപ്പ്. ആ ട്രിപ്പിൽ വരുന്ന expense. Main costs that are included in travel are direct cost and indirect cost. Direct കോസ്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു, ഫ്യൂൽ കോസ്റ്റ്, പാർക്കിംഗ് ഫീസ്, ടോളുകൾ, ഓക്കെ, അതുപോലെ കാറിന്റെ കോസ്റ്റ്, ഇൻഷുറൻസ് ഒക്കെ ഡയറക്റ്റ് കോസ്റ്റിൽ വരുന്നതാണ്. പിന്നെ ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ആ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം വരുന്ന കാര്യങ്ങളാണ്. അത് ഒരു പക്ഷേ ആക്സിഡന്റ് ആവാം, ഓക്കെ, അത് കാരണം വരുന്ന അഡീഷണൽ ചെലവുകളാവാം, ഹെൽത്ത് ഇഷ്യൂസ് ആവാം, എയർ പൊല്യൂഷൻ, നോയ്സ് പൊല്യൂഷൻ എല്ലാം കാരണം. ഓക്കെ, അപ്പം കോസ്റ്റിനെയും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റും അർബൻ ട്രാവലിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ആണ് അല്ലെ. അപ്പം ഇപ്പം നമുക്ക് എത്രമാത്രം ചെലവാകും? ഇപ്പം കോമൺ പീപ്പിൾ ഒക്കെ ആണെങ്കിൽ കാറിലൊന്നും യാത്ര ചെയ്യാൻ സാധ്യത കുറവായിരിക്കാം അല്ലെ, മെയിൻ ആയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കാം. ഓക്കെ, അപ്പം കോസ്റ്റിനും അർബൻ ട്രാവലില് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ട്രാവൽ. ഇത് 5 അല്ലെങ്കിൽ 10 7 ഒക്കെ മാർക്കിന് ചോദിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അർബൻ ട്രാവൽ അല്ലെങ്കിൽ അർബൻ ട്രാവൽ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ അതിൽ വരുന്ന മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്ന ട്രിപ്പ് പേർപ്പസ്, ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ, ഓക്കെ, എന്തിനു വേണ്ടി യാത്ര ചെയ്യുന്നു, ഏത് സമയത്ത് യാത്ര ചെയ്യുന്നു, ആ സിറ്റി എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അതിന്റെ സൈസ് എങ്ങനെയാണ്, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നു,
അതുപോലെ തന്നെ യാത്രയുടെ ചെലവ്, ഈ ഫാക്ടേഴ്സിനെയൊക്കെ ബേസ് ചെയ്തിട്ട് അർബൻ ട്രാവലിൽ മാറ്റങ്ങൾ വരാം.